ട്രെൻഡിനൊപ്പം എന്നും ഞാനും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ വൈറലായ നാനോ ബനാന ട്രെൻഡിലേക്ക് നിമിഷങ്ങൾക്കകം എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ്. എന്നാൽ നമ്മൾ കരുതിയതിനും അപ്പുറത്താണ് നാനോ ബനാന ട്രെൻഡിൻ്റെ ഭീകരത. ഇന്റർനെറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് ഗൂഗിളിൻ്റെ ജെമിനി നാനോ ബനാന AI ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് ആളുകൾ തങ്ങളുടെ സാധാരണ ചിത്രങ്ങളെ 90കളിലെ ബോളിവുഡ് ശൈലിയിലുള്ള സിനിമകളിലെ നായകന്മാരുടെയും നായികമാരുടെയും ചിത്രങ്ങളാക്കി മാറ്റുന്നുണ്ട്. നാനോ ബനാന AI സാരി ട്രെൻഡ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ട്രെൻഡ് വൈറലാകുന്നതിനൊപ്പം തന്നെ സ്വകാര്യത, ഡാറ്റ സുരക്ഷ, AI ഉപയോഗിച്ച് നിർമ്മിച്ച ഉള്ളടക്കങ്ങളുടെ ആധികാരികത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണ്. ഒരു രസത്തിന് വേണ്ടി ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ വലിയ അപകടങ്ങളിലേക്കാണ് നടന്നടുക്കുന്നത് എന്നറിയണം. ഈ ട്രെൻഡ് ആളുകൾക്കിടയിൽ തരംഗമായതോടെ സൈബർ സുരക്ഷാ വിദഗ്ധരും നിയമപാലകരും ഒരുപോലെ മുന്നറിയിപ്പുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസർ VC സജ്ജനറുടെ മുന്നറിയിപ്പ് ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ട്രെൻഡുകളിൽ അതീവ ജാഗ്രത പുലർത്തുക, നാനോ ബനാന തരംഗത്തിൽ അകപ്പെടുന്നത് അപകടകരമാണ്, നിങ്ങൾ വ്യക്തിപരമായ വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചാൽ തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ട്, ഒരു ക്ലിക്കിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണം ക്രിമിനലുകളുടെ കൈകളിലെത്താം എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഔദ്യോഗികമല്ലാത്ത വെബ്സൈറ്റുകളോ ആപ്പുകളോ ഉപയോഗിച്ച് ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ഡാറ്റ ചോർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാനോ ബനാന AI ടൂൾ ഉപയോഗിച്ച ഒരു യുവതിക്ക് നേരിട്ട അനുഭവം ഈ ആശങ്കകൾക്ക് കൂടുതൽ ബലം നൽകുന്നു. ജ്വലക് ഭവാനി എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവ് തൻ്റെ ചിത്രം ഒരു സാരി ലുക്കാക്കി മാറ്റിയപ്പോൾ ഞെട്ടിപ്പോയി. താൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ കയ്യിൽ മറുകുണ്ടായിരുന്നില്ല. കാരണം കൈകൾ ഫുൾ സ്ലീവ് വസ്ത്രം കാരണം മറഞ്ഞിരുന്നു. എന്നാൽ AI നിർമ്മിച്ച പുതിയ ചിത്രത്തിൽ അവളുടെ കയ്യിൽ യഥാർത്ഥ ജീവിതത്തിലുള്ളതുപോലെ ഒരു മറുക് ദൃശ്യമായി. AIക്ക് ഇതെങ്ങനെ മനസ്സിലായി? ആ ചോദ്യം ആളുകളെ ഭയപ്പെടുത്തി. ഇത് AIക്ക് ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങളിലേക്ക് അതിവേഗം കടന്നു കയറാൻ കഴിയുമെന്നതിൻ്റെ സൂചന നൽകുന്നു. ഈ സംഭവം AI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മളുടെ ധാരണകൾക്ക് ഒരു പുതിയ തലം നൽകുന്നു. AI മോഡലുകൾ ലക്ഷക്കണക്കിന് ചിത്രങ്ങളിൽ നിന്നും പഠിച്ച ശേഷമാണ് പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഈ പ്രക്രിയയിൽ AI ഒരു വ്യക്തിയുടെ മുഖരൂപം, ശരീരഘടന, മറ്റ് പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ഡിജിറ്റൽ ചിത്രം ഉണ്ടാക്കുന്നു. ഇതിൽ ചെറിയ വിശദാംശങ്ങൾ പോലും ഉൾപ്പെടാം. അത്ഭുതകരമെന്ന് തോന്നാമെങ്കിലും ഈ മറുക് യാദൃച്ഛികമായി വന്നതാകാം, അല്ലെങ്കിൽ AI അതിൻ്റെ ഡാറ്റ സെറ്റിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് സ്വയം സൃഷ്ടിച്ചതുമാകാം. എങ്കിലും ഇത്തരം അനുഭവങ്ങൾ AIയുടെ അസാധാരണമായ ശേഷിയെയും അതുയർത്തുന്ന സ്വകാര്യത പ്രശ്നങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. ഒരു ഫോട്ടോ AI ടൂളിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയിൽ മറഞ്ഞിരിക്കുന്ന മെറ്റാ ഡാറ്റ കൂടി അപ്ലോഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ചിത്രം എടുത്ത തീയതി, അതിൻ്റെ സമയം, ലൊക്കേഷൻ, ഉപയോഗിച്ച ക്യാമറയുടെ വിവരങ്ങൾ എന്നിവയെല്ലാം മെറ്റാ ഡാറ്റയിൽ ഉൾപ്പെടുന്നു. AI ടൂളുകൾ ഈ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് പലപ്പോഴും വ്യക്തമായ ധാരണ ഉണ്ടാകില്ല. ഗൂഗിളിൻ്റെ വാദമനുസരിച്ച് ജെമിനി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്ക് SynthID എന്നൊരു അദൃശ്യ വാട്ടർമാർക്ക് ഉണ്ടാകും. ഈ വാട്ടർമാർക്കും മെറ്റാഡാറ്റ ടാഗുകളും ചിത്രങ്ങൾ AI നിർമ്മിച്ചതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. എന്നാൽ ഈ വാട്ടർമാർക്ക് തിരിച്ചറിയാനുള്ള ടൂളുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. മാത്രമല്ല, വിദഗ്ധർ പറയുന്നത് ഈ വാട്ടർമാർക്കുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാനോ മാറ്റം വരുത്താനോ സാധിക്കുമെന്നാണ്. ഇത് AI ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ചിത്രങ്ങൾ പ്രചരിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വിദഗ്ധർ പറയുന്നതനുസരിച്ച് SynthID പോലെയുള്ള വാട്ടർമാർക്കിംഗ് സംവിധാനങ്ങൾ ഒരു പരിധിവരെ സഹായകമാണ്. പക്ഷേ അതുമാത്രം ഒരു സുരക്ഷാ മാർഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ്. ഒരു ചിത്രത്തെ ക്രോപ്പ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ റീസൈസ് ചെയ്യുകയോ ചെയ്താൽ വാട്ടർമാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഡാറ്റ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അവർ ചില നയങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ചാറ്റുകളും ചിത്രങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഗൂഗിൾ ശേഖരിക്കുകയും അതിൻ്റെ AI മോഡലുകൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്യും. ഡോണ്ട് കീപ് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ പോലും നിങ്ങളുടെ വിവരങ്ങൾ 72 മണിക്കൂർ വരെ സുരക്ഷാ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കപ്പെടും. മനുഷ്യർ റിവ്യൂ ചെയ്ത ഡാറ്റ 3 വർഷം വരെ സൂക്ഷിക്കാം. ഈ നയങ്ങളെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. വിവിധ AI ടൂളുകളും സുരക്ഷയും എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ നിർമ്മിക്കാൻ മിഡ്ജേണി മികച്ചതാണ്. എന്നാൽ ഇത് കൂടുതലും കലാപരമായ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്.
ഡാറ്റ സുരക്ഷയുടെ കാര്യത്തിൽ ഇതിന് വ്യക്തമായ നയങ്ങളുണ്ട്. ഡോൾ E3 ChatGPT വഴിയും മൈക്രോസോഫ്റ്റ് ബിങ് വഴിയും ലഭ്യമാകുന്ന ഈ ടൂൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും ഉപയോക്താക്കളുടെ ചിത്രങ്ങൾ ഓപ്പൺ AI എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ ആശങ്കകളുണ്ട്. സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഓപ്പൺ സോഴ്സ് ആയതിനാൽ ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഉപയോക്താക്കൾക്ക് അവരുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതിനാൽ സ്വകാര്യത പ്രശ്നങ്ങൾ വളരെ കുറവാണ്. പക്ഷെ സാങ്കേതികമായ അറിവുള്ളവർക്ക് ഇത് കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകും. സുരക്ഷിതമായി AI ടൂളുകൾ ഉപയോഗിക്കാൻ ചില വഴികൾ. AI ടൂളുകൾ ഉപയോഗിക്കുന്നത് രസകരവും സർഗാത്മകവുമായ ഒരു അനുഭവമാണ്, പക്ഷേ അതിനൊപ്പം തന്നെ ജാഗ്രതയും അത്യാവശ്യമാണ്. സ്വകാര്യ ചിത്രങ്ങൾ ഒഴിവാക്കാം, അതായത് വളരെ വ്യക്തിപരവും സെൻസിറ്റീവുമായ ചിത്രങ്ങൾ AI ടൂളുകളിലേക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കാം. മുഖം വ്യക്തമല്ലാത്ത ചിത്രങ്ങളോ പൊതുവായ ചിത്രങ്ങളോ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. മെറ്റാഡാറ്റ നീക്കം ചെയ്യുക, അതായത് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് അതിലെ മെറ്റാഡാറ്റ, ലൊക്കേഷൻ ടാഗുകൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള തീയതി തുടങ്ങിയവ നീക്കം ചെയ്യുന്നത് നല്ലതാണ്. ഇതിനായി പല സൗജന്യ ടൂളുകളും ലഭ്യമാണ്. ഈ നയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. ഒരു AI പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് മുൻപ് അതിൻ്റെ സ്വകാര്യതാ നയങ്ങളും ഉപയോഗ നിബന്ധനകളും വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ചിത്രങ്ങൾ അവർ എങ്ങനെയാണ് ശേഖരിക്കുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും ഇതുവഴി അറിയാൻ കഴിയും. വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഗൂഗിളിൻ്റെ ഔദ്യോഗിക ജെമിനി ടൂൾ പോലെ വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക. വ്യാജ വെബ്സൈറ്റുകളോ ആപ്പുകളോ ഒഴിവാക്കുക. AI നിർമ്മിത ഉള്ളടക്കം സൂചിപ്പിക്കുക, അതായത് നിങ്ങളൊരു ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുമ്പോൾ AI നിർമ്മിതമാണെന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ്. ഇത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. AI നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാനോ ബനാന ട്രെൻഡ് പോലുള്ള വിനോദപരമായ കാര്യങ്ങൾ മുതൽ ബിസിനസ്, വിദ്യാഭ്യാസം തുടങ്ങിയ ഗൗരവമേറിയ മേഖലകളിൽ വരെ AI ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയും അത് സുരക്ഷിതമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. AIയുടെ സാധ്യതകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വെല്ലുവിളികളെയും നമ്മൾ മനസ്സിലാക്കണം.